നമസ്കാരം. ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം 2024 എന്ന പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സാഹിത്യോത്സവം 2024 എന്ന പരിപാടിയുടെ 14ാം ദിവസമായ ഇന്ന് നാം പരിചയപ്പെടുന്നത് റഷ്യൻ സാഹിത്യകാരനായ ദസ്തോവസ്കിയെ കുറിച്ചാണ്. പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ഫിയോദർ മിഖായലോവിച്ച് ദസ്തോവസ്കി. മനുഷ്യബന്ധങ്ങളുടെ തീവ്രത തന്റെ കൃതികളിലേക്ക് ആവാഹിച്ച ദസ്തോവസ്കി എഴുത്തിന്റെ ലോകത്തെ പ്രകാശ ഗോപുരം എന്ന് പറയാം. 1821 നവംബർ 11 മിഖായേൽ മറിയ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമനായി ജനനം. 16-ാം വയസ്സിൽ ക്ഷയരോഗത്തെ തുടർന്ന് അമ്മ മരിച്ചു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ സൈനിക അക്കാദമിയിൽ ദസ്തോവസ്കിയും സഹോദരനും പഠനം ആരംഭിച്ചു. 1860-ൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും മടങ്ങിയെത്തിയ അദ്ദേഹം സഹോദരനുമായി ചേർന്ന് സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1864-ൽ സഹോദരനും ഭാര്യയും മരണമടഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം താളം തെറ്റി. ചൂതാട്ട കേന്ദ്രങ്ങളിൽ രാപ്പകൽ തള്ളി നീക്കി. ചൂതാട്ടത്തിന് പൈസ സമാഹരിക്കാൻ അദ്ദേഹം തന്റെ കൃതികൾ വളരെ ധൃതിയിൽ എഴുതി തീർത്തു. അങ്ങനെ അദ്ദേഹം ധൃതിയിൽ എഴുതി തീർത്ത ഒരു കൃതിയാണ് കുറ്റവും ശിക്ഷയും. മനുഷ്യ മനസ്സുകളുടെ സൂക്ഷ്മ ഭാവങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കൃതിയാണ് കുറ്റവും ശിക്ഷയും. ചൂതാട്ടക്രമം തന്റെ ജീവിതത്തെ കശക്കിയെറിഞ്ഞ ആ വേളയിൽ അദ്ദേഹം മറ്റൊരു കൃതി കൂടി രചിച്ചു. അതാണ് ചൂതാട്ടക്കാരൻ. 1870-80 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം എഴുതിയ കൃതിയാണ് കാരമസോവ സഹോദരങ്ങൾ. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന നോവലാണ് കാരമസോവ് സഹോദരങ്ങൾ. മറ്റു കൃതികളാണ് അദ്ദേഹത്തിന്റെ വൈറ്റ് നൈറ്റ്, ഭൂതാവിഷ്ടർ എന്നിവ. അദ്ദേഹത്തിന്റെ കൃതികളുടെ വിവർത്തനങ്ങൾ ധാരാളം മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രശസ്തമായ വിവർത്തനമാണ് ഒരു സങ്കീർത്തനം പോലെ ശ്രീ പെരുമ്പടവം ശ്രീധരൻ എഴുതിയത്. അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്നും നാം പഠിക്കേണ്ടത് ഇത്രമാത്രം: ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾ മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളും ചിലപ്പോൾ നമ്മളിൽ നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. ഇത്ര വാക്കുകൾ നിർത്തുമ്പോൾ നന്ദി.